പ്രതിരോധ വാണിജ്യ മേഖലയിൽ കൂടുതൽ സഹകരണത്തിന് ഭാരതവും യുകെയും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് സഹകരണത്തിന് ധാരണയായത്. അതേസമയം ചൈനയുമായി ഭാരതത്തിന് ശത്രുതയില്ലെന്നും എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ അസ്വാരസ്യങ്ങളുണ്ടെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. വിവരങ്ങൾ നൽകാനായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഇന്ന് രാജ്നാഥ് സിംഗിന്റെ ബ്രിട്ടീഷ് സന്ദർശനം അവസാനിക്കുകയാണ്. അതിന് മുൻകൂടിയായിട്ട് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? തീർച്ചയായും ായുള്ള ബ്രിട്ടൻ സന്ദർശനത്തിനിടെ ഏറെ ഗൗരവതരമായ ഒരു സംഭവവികാസം എന്ന് പറയുന്നത് ചൈനയ്ക്കെതിരായ ഒരു നിലപാട് വളരെ കൃത്യമായി ഒരു പ്രതിരോധ തലത്തിൽ നൽകുന്ന നിലപാട് എന്നതിലപ്പുറം ഒരു നയതന്ത്ര തലത്തിൽ നൽകുന്ന ഒരു സന്ദേശമായി തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാറി എന്നതാണ്. കാരണം ഇന്ത്യയും ചൈനയുമായി യഥാർത്ഥത്തിൽ ശത്രുതയില്ല, തങ്ങൾക്കിടയിൽ ശത്രുതയ്ക്കുള്ള കാരണങ്ങളില്ല, എങ്കിലും ബന്ധം സുദൃഢമല്ല അല്ലെങ്കിൽ സൗഹാർദ്ദപരമല്ല എന്ന നിലപാട് വളരെ കൃത്യമായ ഒരു നയതന്ത്ര തലത്തിൽ പ്രയോഗിക്കുന്ന ഭാഷയിൽ തന്നെ അദ്ദേഹം നൽകുകയും ചെയ്തു. സ്വാഭാവികമായും ഭാരതം വളർന്നു വരുന്നൊരു സാമ്പത്തിക ശക്തിയാണ്, മാത്രമല്ല സൈനിക ശക്തിയുമാണ്. അതുകൊണ്ട് തന്നെ ചൈനയെ ഒരു ശത്രുവായി കണക്കാക്കാനുള്ള ഒരു സാധ്യതയൊന്നും ഭാരതത്തിനില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന നിലപാട് വളരെ കൃത്യമായി പറയുകയും അതേസമയം ചൈനയുടെ നിലപാടുകളെ അതിർത്തിയിലൂടെ കയ്യേറ്റം നടന്ന് ഇന്ത്യൻ ഭൂമിയിലേക്ക് കയ്യേറ്റം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുക, അത്തരത്തിലുള്ള നീക്കങ്ങളെയെല്ലാം കർശനമായി പ്രതിരോധിക്കും എന്ന് തന്നെയാണ് രാജ്നാഥ് സിംഗ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ, അതായത് ഇന്ത്യ ഹൗസിൻ്റെ ഒരു സമ്മേളന വേദിയിൽ ഇന്ത്യ ഹൗസ് നൽകിയ ഒരു റിസപ്ഷൻ വേളയിൽ അദ്ദേഹം വളരെ കൃത്യമായി നൽകിയത്. ചൈനയ്ക്കെതിരായ ഒരു സന്ദേശം എന്ന് തന്നെ നമുക്ക് അതിനെ വായിച്ചെടുക്കാമെങ്കിലും ഒരു നയതന്ത്ര ഭാഷയുടെ പൂർണ്ണമായ മാന്യതയും പുലർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ വാക്കുകൾ ഉണ്ടായത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഭാരതവും ചൈനയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ പലതരത്തിൽ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. കാരണം പല വിഷയങ്ങളിലും ചൈന ഭാരതവുമായി സഹകരിക്കാതിരിക്കുന്നു. അതുപോലെ തന്നെ സമാന്തരമായ, അതായത് ഭാരതത്തിൻ്റെ അതിർത്തി കടന്നുള്ള തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന രാജ്യമായ പാകിസ്ഥാനെ പിന്തുണ നൽകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സമുദ്രത്തിലും ഇതുപോലെ തന്നെ ചില സ്വാധീനങ്ങൾ ഉറപ്പിക്കാൻ നീക്കം നടത്തുന്നു. ഈ മാലിയുമായുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അടിസ്ഥാനപരമായി ഉയർന്നു വരാൻ കാരണം മാലിയിലെ ഇത്തരത്തിലുള്ളൊരു ശത്രുതാ മനോഭാവം മാലിദ്വീപിന് വളർത്തിയെടുക്കാൻ തന്നെ അടിസ്ഥാനപരമായൊരു കാരണം ചൈനയുടെ ഇടപെടലാണ് എന്ന ഒരു വിമർശനം കാര്യമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിരോധ മന്ത്രി കൂടിയായ രാജ്നാഥ് സിംഗിൻ്റെ ഈ അന്താരാഷ്ട്ര വേദിയിലെ ഒരു നിലപാട് അറിയിക്കൽ എന്നത് ഏറെ ഗൗരവമർഹിക്കുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ രജനി പറഞ്ഞതുപോലെ ഋഷി സുനകുമായുള്ള കൂടിക്കാഴ്ചയും അദ്ദേഹം ലണ്ടനിൽ നടത്തി. തീർച്ചയായും രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള സാങ്കേതിക, സൈനിക, സാമ്പത്തിക രംഗങ്ങളിലെ സഹകരണം സംബന്ധിച്ച ധാരണകൾക്കുള്ള പ്രാഥമിക ചർച്ചകളാണ് ഇരു നേതാക്കളും തമ്മിൽ നടന്നത്. തുടർന്ന് അടുത്ത നയതന്ത്ര സന്ദർശനങ്ങളിലുമായി പ്രധാനമന്ത്രിയുമായി ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ മറ്റു നയതന്ത്ര ഉന്നത ഉദ്യോഗസ്ഥരും ക്യാബിനറ്റ് അംഗങ്ങളുള്ളവരും, അതായത് നയതന്ത്ര പ്രതിനിധികളും അതുപോലെ തന്നെ സ്വാഭാവികമായും വിദേശകാര്യമന്ത്രിയും ഉൾപ്പെടെ സന്ദർശിക്കാനുള്ള സാധ്യതകളും തുറന്നിരിക്കുകയാണ്. സ്വാഭാവികമായും വലിയൊരു അന്വേഷണം തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സാധ്യതകൾ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നീക്കങ്ങൾ ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് വളരെ കൃത്യമായി ബ്രിട്ടനെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഔദ്യോഗികമായി ഭാരതം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടെ കേൾക്കാം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം. चाइना गवर्नमेंट भी ये मानती है कि भारत में इकोनॉमिक और जो स्ट्रेटेजिक जो चेंजेस आए हैं उसके कारण भारत अब इकोनॉमिक और स्ट्रेटेजिक पावर बन गया है। यह चाइना भी स्वीकार करता है। यह चाइना के रहने वाले एक राइटर ने ग्लोबल टाइम्स में लिखा है, जो कि जो है चाइनीज गवर्नमेंट का ये माउथपीस पेपर है। 2075 आते आते 2080 आते आते भारत इकोनॉमी की साइज के मामले में दुनिया में नंबर 1 की कंट्री है। ചൈനയുമായി ഭാരതത്തിന് ശത്രുത ഇല്ല എന്ന് തന്നെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൗസ് കൂട്ടായ്മ നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് കേട്ടത്.